സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയും ദേവികയും ചേർന്ന് മാധവനോടും രാധികയോടുമായി ഇനി ഇതിൻ്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുന്നു. കെവിനും ഇസബെല്ലയും ഇനി എന്തൊക്കെയാവും കാണിച്ചു കൂട്ടുക എന്നും നമ്മൾ ഇനി ഏത് വഴിയിലൂടെ നീങ്ങുമെന്ന് അവർക്കറിയില്ലെന്നും ശാരിക വ്യക്തമാക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. മുരളി ഗൗരിയോട് ശാരികയുടെയും ദേവികയുടെയും നീക്കങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. അവർ സ്വന്തം ജീവൻ വെച്ചാണ് കളിച്ചതെന്നും ശാരികയെ അവർ ഉപദ്രവിച്ചിരുന്നെങ്കിലോ എന്നും ചോദിക്കുന്നു. ശാരിക സ്വന്തം ചേച്ചിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് മുരളി പറയുമ്പോൾ നവീനെ പോലെ ഒരു പെൺകുട്ടിയെ മിസ്സായതിലാണ് തനിക്ക് വിഷമമെന്ന് ഗൗരി പറയുന്നു. നവീനുമായി വിവാഹം നടന്നിരുന്നെങ്കിൽ സ്വന്തം ചേച്ചിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ശാരികയ്ക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ലായിരുന്നുവെന്ന് മുരളി മറുപടി നൽകുന്നു. പ്രഭാവതി സിദ്ധാർത്ഥൻ SP ഫോണിൽ വിളിച്ച് തൻ്റെ മകനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് കളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പാനിക് ആകരുതെന്നും അന്വേഷണം വേഗത്തിലാക്കി ഉടൻ കണ്ടെത്താമെന്നും SP വാക്ക് നൽകുന്നു. ശേഷം സിദ്ധാർത്ഥൻ തൻ്റെ മകന് വേണ്ടി നിരാഹാര സമരം നടത്തുമെന്ന് ദേവികയോടും പ്രഭാവതിയോടും പറയുമ്പോൾ പ്രഭാവതിയും ഒപ്പം കൂടാമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ എടുത്തുചാടിയൊന്നും ചെയ്യരുതെന്നും കുറച്ചുകൂടി സമയം കൊടുത്താൽ നന്ദുവിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്നും ദേവിക അവരെ ഉപദേശിക്കുന്നു. ഇനിയും സമയം കൊടുക്കാൻ കഴിയില്ലെന്ന് പ്രഭാവതി വാശി പിടിക്കുന്നു. ചെക്കപ്പിന് പോകാൻ നിൽക്കുന്ന ഗിരീഷിൻ്റെയും രജനിയുടെയും അടുത്തേക്ക് പ്രകാശ് വരുന്നു. അമ്മ ചായ കുടിക്കാൻ ക്ഷണിച്ചെങ്കിലും ഗിരീഷിന് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ് പ്രകാശ് ഫ്രൂട്ട്സ് രജനിയെ ഏൽപ്പിക്കുന്നു. നന്ദനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് രജനി ഉത്തരം പറയുന്നു. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകണമെന്നും അരുന്ധതിയുടെ വീട്ടിൽ അന്വേഷിച്ചാൽ കണ്ടെത്താമെന്നും പ്രകാശ് നിർദ്ദേശിക്കുന്നു. അതൊക്കെ ദേവികയും അച്ഛനും ഹരിവക്കീലും നോക്കുന്നുണ്ടെന്ന് രജനി പറയുമ്പോൾ ഹരിവക്കീൽ ആരാണെന്ന് നീ അറിയേണ്ടെന്ന് പറഞ്ഞ് ഗിരീഷ് പ്രകാശിനെ ആട്ടിപ്പായിക്കാൻ നോക്കുന്നു. പരോൾ എക്സ്റ്റൻഷൻ ലഭിച്ചെന്ന് പറയുന്ന പ്രകാശിനെ ബസ് സ്റ്റോപ്പിൽ വിടാനായി ഗിരീഷ് കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഐസക്കിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് മന്ത്രി തൻ്റെ ആളാണെന്ന് പറഞ്ഞ് പരത്തിയ കഥയെക്കുറിച്ച് ചോദിച്ച് കളിയാക്കുന്നു. നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനായില്ലെങ്കിൽ ഇവിടെ നിന്നും ദൂരേക്ക് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് SP മുന്നറിയിപ്പ് നൽകുന്നു. ട്രാൻസ്ഫർ ഒഴിവാക്കണമെന്നും പരമാവധി ശ്രമിക്കാമെന്നും ഐസക് പറയുന്നുണ്ട്. അരുന്ധതി ദേവികയെ വിളിച്ച് തന്നോട് കരുണ കാണിക്കണമെന്നും തൻ്റെ മകൻ ഋഷിയെ വിട്ടയക്കണമെന്നും കെഞ്ചുന്നു. ഋഷിയെ ഉപദ്രവിക്കില്ലെന്നും എന്നാൽ നന്ദു എവിടെയാണെന്ന് പറഞ്ഞ് അവനെ തിരിച്ചയച്ചാൽ മാത്രമേ ഋഷിയെ വിട്ടു നൽകൂ എന്നും ദേവിക വ്യക്തമാക്കുന്നു. തനിക്കോ ഇസബെല്ലേക്കോ കെവിനോ നന്ദു എവിടെയുണ്ടെന്ന് അറിയില്ലെന്ന് അരുന്ധതി പറയുമ്പോൾ അറിയുന്ന സമയത്ത് ഋഷിയെ തിരിച്ചുവിടാമെന്ന് ദേവിക മറുപടി നൽകുന്നു. ദേവിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഋഷിയോട് ഇങ്ങനെ ചെയ്യാമോ എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ താൻ രക്ഷിച്ച ഋഷി തന്നെയാണ് തന്നോടും ഭർത്താവിനോടും കുടുംബത്തോടും ക്രൂരത കാണിച്ചതെന്നും പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് ദേവിക ഫോൺ കട്ട് ചെയ്യുന്നു. ഐസക് കെവിനെ കണ്ട് സംസാരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിൽ തനിക്ക് നെഗറ്റീവ് ഇമേജ് ആണെന്നും നന്ദനെ കണ്ടെത്തിയില്ലെങ്കിൽ തനിക്ക് ട്രാൻസ്ഫർ ഉറപ്പാണെന്നും ഐസക് പരിഭവപ്പെടുന്നു. ദേവിക SP തുടരെ പ്രഷർ കൊടുക്കുന്നത് കൊണ്ടാണ് തന്നെ വിളിപ്പിച്ചതെന്നും നന്ദനെ കണ്ടെത്തിയാൽ എല്ലാവരുടെയും കള്ളി വെളിച്ചത്തിലാകുമെന്നും ഐസക് പറയുന്നു. അവനെ കണ്ടെത്തിയില്ലെങ്കിൽ തൻ്റെ സ്ഥാനത്ത് മിടുക്കനായ മറ്റൊരു ഓഫീസർ വരുമെന്നും അതോടെ എല്ലാം അവസാനിക്കുമെന്നും ഐസക് പറയുമ്പോൾ കെവിൻ ആകെ ഷോക്കാകുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.